മലയാളത്തിന്റെ പ്രിയ നടൻ സലീം കുമാർ നമ്മെ വിട്ടുപിരിഞ്ഞത് കഴിഞ്ഞ ദിവസമാണല്ലോ. സലീം കുമാറിന്റെ വീട്ടിൽ സംസ്കാര സമയത്തുൾപ്പെടെ ചില ഓൺലൈൻ മാധ്യമങ്ങൾ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ നാം കണ്ടതാണ്. എന്തിനേറെ അച്ഛൻ്റെ വിയോഗത്തിന്റെ തീവ്ര ദുഃഖത്തിൽ നിൽക്കുകയായിരുന്ന മകൻ ചന്തുവിന് വരെ രൂക്ഷമായി പ്രതികരിക്കേണ്ടി വന്നു. കേരളത്തിന്റെ പൊതുസമൂഹം ഇതിനെ ശക്തമായി വിമർശിക്കുകയാണ് ചെയ്തത്. ഇതേക്കുറിച്ച് ഇന്ന് പത്രസമ്മേളനത്തിൽ വളരെ വൈകാരികമായി പ്രതികരിക്കുന്ന മുഖ്യമന്ത്രി വി ഡി സതീശനെ നമ്മൾ കണ്ടു. എന്നാൽ വിഷയത്തിൽ നിന്ന് പെട്ടെന്ന് മുഖ്യമന്ത്രി ട്വിസ്റ്റ് ചെയ്യുന്നതും നമ്മൾ കണ്ടു. എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം വിഷയത്തിൽ നിന്ന് വഴുതി മാറിപ്പോയത്? ആദ്യം ഇതേക്കുറിച്ച് മാധ്യമപ്രവർത്തകൻ ചോദിച്ചത് എന്താണെന്ന് നോക്കാം. സെലിബ്രിറ്റിയുടെ വീട്ടിലെ മരണങ്ങൾ ഏറ്റവും ഒടുവിൽ സലീം കുമാറിന്റെ മരണത്തിൽ ഈ സാമൂഹ്യ നവമാധ്യമങ്ങൾ അവകാശപ്പെടുന്ന ആളുകളുടെ ഒരു തിക്കുതിരക്ക് അത് നിയന്ത്രിക്കാൻ ഏതെങ്കിലും തരത്തിൽ സർക്കാർ ഒരു ഉന്നതതര സംഭവങ്ങളായി നവമാധ്യമങ്ങൾ അവകാശപ്പെടുന്ന ആളുകളുടെ ഒരു തിക്കുതിരക്ക് അത് നിയന്ത്രിക്കാൻ ഏതെങ്കിലും തരത്തിൽ സർക്കാർ ഒരു ഉന്നതതര സംഭവങ്ങളായി. ചോദ്യം എല്ലാവരും നന്നായി കേട്ടല്ലോ അല്ലേ? ഇനി മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞ മറുപടി എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതൊക്കെ നിയമം കൊണ്ട് നിയന്ത്രിക്കേണ്ട ഒരു കാര്യങ്ങളല്ല. ഞാൻ തന്നെ വളരെ ദേഷ്യപ്പെട്ട് അവരോട് സംസാരിച്ചു. കാരണം ഈ ഓണർ കൊടുക്കാൻ പോലീസിന് പറ്റുന്നില്ല, കുടുംബാംഗങ്ങൾക്ക് അവരുടെ കർമ്മങ്ങൾ ചെയ്യാൻ അവരെ അനുവദിക്കുന്നില്ല. വല്ലാത്തൊരു സ്ഥിതിയായിരുന്നു. അപ്പോൾ ഞാനാണ് ആദ്യം അതിനോട് പ്രതികരിച്ചത്, നിങ്ങൾ മാറി നിൽക്കണം, കുടുംബത്തിന് ഈ കർമ്മങ്ങൾ ചെയ്യാൻ അവരെ അനുവദിക്കണം എന്ന് പറഞ്ഞത്. ഇതുവരെ പറഞ്ഞത് വളരെ ശരിയാണ്. പക്ഷേ ഇനി അങ്ങോട്ട് പറയുന്നത് ഇപ്പോൾ പറയാൻ പറ്റുന്നതാണോ എന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. സലീം കുമാർ രോഗബാധിതനായി കിടക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയൊരു അറ്റാക്ക് നടന്നു. ചത്തുകൂടെ എന്നാണ് ചോദിച്ചത്. എന്താ അല്ലേ, എത്ര കൗശലത്തോടെയാണ് വിഷയത്തിൽ നിന്ന് നമ്മുടെ മുഖ്യമന്ത്രി തെന്നിമാറുന്നത്. സലീം കുമാർ നമുക്കേവർക്കും പ്രിയപ്പെട്ട താരമാണ്. അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയ ഭേദമന്യേ സലീം കുമാറിന് സാംസ്കാരിക കേരളം വിട ചൊല്ലിയത്. എന്നാൽ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകൻ ചോദിച്ച ചോദ്യത്തിൽ നിന്ന് പെട്ടെന്ന് ട്വിസ്റ്റ് ചെയ്ത് മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നതും നടന്റെ മരണത്തിൽ രാഷ്ട്രീയം ചേർക്കുകയല്ലേ മുഖ്യമന്ത്രി ചെയ്യുന്നതെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാനാകുമോ?